Jungle. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് ന്യൂസ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ ഹസാർഡ് സെറ്റ് ചെയ്യാറുണ്ട്, അതേപോലെ നമുക്ക് ഫോഗ്ലൈറ്റ് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് രണ്ട് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അന്ന് പറഞ്ഞ ആ ഫ്രണ്ടിൻ്റെ കടയിലോട്ട് പോകണം കേട്ടോ. ഇന്ന് അവ അവിടെ ഉണ്ട്, അപ്പോൾ അവ നമുക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് സാധനം ഞാൻ ബാഗിൽ എടുത്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ ഫിറ്റ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, ഇതാണ് കേട്ടോ ഷോപ്പ്. നമ്മുടെ ഷോപ്പ് മോട്ടോപ്ലാനറ്റ് എന്ന ഷോപ്പിൻ്റെ പേര്. അതേപോലെ നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് നരിക്കൽ മുക്കാണ്. അതായത് നമ്മൾ കല്ലമ്പലത്തിൽ നിന്ന് വരുന്ന സമയത്ത് വർക്കിലോട്ട് പോകുന്ന റൂട്ടിലാണ് സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോപ്പ് ഇരിക്കുന്നത്. അത്യാവശ്യം വണ്ടി ഇത് അവൻ്റെ വണ്ടിയാണ് കേട്ടോ. നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി. ഫുള്ളായിട്ട് പണിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാം. ഗായ്സ്, അപ്പം നമ്മൾ സാധനം കാണിച്ചിട്ട് ഇവനാണ് കേട്ടോ ഓണർ കടയുടെ താഹ ബലാഫ്. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ മോഡിഫിക്കേഷൻ ചെയ്ത ഇവൻ്റെ ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവന് ഇൻസ്റ്റ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ. ഇതാണ് നമ്മളെ സാധനം. ഇതിനകത്ത് എല്ലാം അരിപ്പുണ്ട്. ചുമ്മാ ജസ്റ്റ് പാക്ക് ചെയ്തിട്ട് വന്നേ ഉള്ളൂ. പിടിച്ചോളിയാ ഗായ്സ്. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ക്ലാമ്പ്. ഈ ക്ലാമ്പ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്രാഷ് ഗാർഡിൽ ഇത് ഇങ്ങനെ വെക്കാൻ പറ്റും. രണ്ടും കൂടെ ഇങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഹോൾ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ക്ലാമ്പ് ഇല്ലെങ്കിൽ നമുക്ക് ക്രാഷ് ഗാർഡ് ഹോൾ അടിച്ചിട്ട് വേണ്ടി വരും ആ ലൈറ്റ് വെക്കാനായിട്ട്. അപ്പോൾ ഈ ക്ലാമ്പ് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഫോഗ്ലൈറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. നമ്മൾ ആദ്യം മുകളിൽ വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ക്രാഷ് ഗാർഡിന് ഡിസൈൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ചരിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ ക്ലാമ്പ് വെച്ചാൽ നമുക്ക് നല്ലൊരു പിടുത്തം കിട്ടുന്നുണ്ട്, അതേപോലെ ചരിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ വയ്ക്കാൻ പോകണം. അപ്പോൾ താഴെ വയ്ക്കുമ്പോൾ അത്യാവശ്യം പർപ്പസും കിട്ടും, നല്ലൊരു ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഗായ്സ്, അപ്പോൾ നമുക്ക് ഈ ഫോഗ്ലൈറ്റ് വെക്കാനായിട്ട് ക്ലാമ്പ് വെക്കാനായിട്ട് ഒരു റബ്ബറിൻ്റെ ഒരു ബുഷ്, ഒരു ചെറിയ സ്ട്രിപ്പ് പോലെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ റൗണ്ടായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുണ്ടേക്ക് നമ്മൾ ക്ലാമ്പ് വെക്കാനുള്ള. പക്ഷേ അത് വെച്ച സമയത്ത് നമുക്ക് റൗണ്ട് കറക്റ്റ് കിട്ടുന്നില്ല, വെക്കത്തില്ല, എത്തത്തില്ല. അതുകൊണ്ട് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ടേപ്പ് അടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ക്ലാമ്പ് വെക്കാൻ പോകുന്നത് കേട്ടോ. അല്ലാതെ ഇത് ചെയ്യാൻ വെച്ചാൽ ചിലപ്പോൾ ക്ലാമ്പ് ലൂസാവാൻ ചാൻസ് ഉണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മളിപ്പം ടേപ്പൊക്കെ അടിച്ചിട്ട് നമ്മൾ ക്ലാമ്പ് ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രൂ ഇട്ടുകൊണ്ട് ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ രണ്ട് സൈഡ് നമുക്ക് മുകളിലും താഴെയായിട്ട് ഓരോ സ്ക്രൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ രണ്ടും ഇട്ട് ടൈറ്റ് ചെയ്യണം. ഗായ്സ്, ഇപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സൈഡ് ഫുള്ള് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത സൈഡ് ടൈറ്റ് ചെയ്യാൻ നിൽക്കില്ല. രണ്ട് സൈഡ് ഏകദേശം ഒരേപോലെ ടൈറ്റ് ചെയ്ത് വേണം ലാസ്റ്റ് ഫിനിഷ് ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കും. ഗായ്സ്, അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഫോഗ്ലൈറ്റ് വെച്ച് കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ക്ലാമ്പൊക്കെ നൈസായിട്ട് ഫിറ്റായിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ആ റബ്ബർ ബീഡിങ് വെച്ചാൽ നമുക്ക് ഇത്രയും സൈസുള്ള ക്രാഷ് ഗാർഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ഈ ക്ലാമ്പ് ഇതേപോലെ ടൈറ്റ് ചെയ്യത്തില്ല. നല്ല ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ജസ്റ്റ് ടേപ്പ് അടിച്ചിട്ട് അതിന് പകരം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട്. വേറെ പൊടിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലും സെറ്റ് ചെയ്യും. ഗായ്സ്, അങ്ങനെ നമ്മൾ ഈ സൈഡിൽ വെച്ച സമയത്ത് ഒരു പണി കിട്ടിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോൺ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഫോഗ്ലൈറ്റ് ഇവിടെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചിങ്ങനെ താഴോട്ടായിരിക്കില്ല. അപ്പോൾ ഈ ഹോൺ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഏതെങ്കിലും സൈഡിലോട്ട് മാറ്റിയാൽ മാത്രമായിരിക്കും നമുക്ക് ഫോഗ്ലൈറ്റ് നല്ലപോലെ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ക്ലാമ്പ് എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്ലാനിലാണ് അവൻ അകത്തോട്ട് പോയി സ്ഥലത്ത് പോയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെച്ച് തരുന്നത്. ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഹോൺ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ആ ഫസ്റ്റ് ഈ ക്ലാമ്പിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഹോൺ ഇരുന്നത്. ഇപ്പോൾ ആ ക്ലാമ്പിൻ്റെ ബേക്കിലാക്കിയിട്ടുണ്ട് ഹോൺ കണ്ടോ. ഈ ക്ലാമ്പിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഹോൺ ഇടുന്നത്. ഇപ്പോൾ അതിൻ്റെ ബേക്കിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്പേസ് ഇവിടെ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഫോഗ്ലൈറ്റ് വെക്കാൻ പറ്റും. ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഫോഗ്ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ DRL ഇഗ്നിഷനിലും കൊടുക്കും, അതേപോലെ മറ്റേ ലൈറ്റ്, വെള്ള ലൈറ്റ് നമ്മളെല്ലാവരും സ്വിച്ചും എക്സ്ട്രാ വയ്ക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത്. ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഫോഗ്ലൈറ്റിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രാഷ് ഗാർഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ വയർ എടുത്ത് ടാഗ് ചെയ്തിട്ടാണ് മേലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ DRL കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ DRL റെഡാണ്. അപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യാത്ത നമ്മൾ DRL എന്തായാലും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഈ രണ്ട് ഫോഗ്ലൈറ്റ് മാത്രം നമ്മൾ അല്ലാതെ കൊടുക്കുന്നത് കേട്ടോ. DRL കൊടുക്കാതെ ജസ്റ്റ് ഫോഗ്ലൈറ്റിന് അതിലാ കണക്ഷൻ കൊടുക്കണം. പിന്നെ എന്തിനാ മോഹൻ കാണിക്കാൻ കുഴപ്പമില്ല, ഞാൻ പറയാം.
ഇവിടെ ഇപ്പോൾ എന്തോ സംഭവം ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ചെയ്യുന്നത്? ഇത് സ്ലീവാണ്. ഇപ്പോൾ സൈലൻസറിൻ്റെ പോർഷനാണ് ഇവിടെ വരുന്നത്. അപ്പോഴത്തേക്ക് വയറൊന്നും ഹീറ്റായി ഉരുവി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്ലീവ് ആഡ് ചെയ്യുന്നത്. നമ്മൾ പ്രൊട്ടക്റ്റ്. അപ്പോൾ അതാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. സംഭവം സൈലൻസിൻ്റെ അവിടെ നല്ല ഹീറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വയറിന് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് ഒരു സ്ലീവ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വയറിൻ്റെ കണക്ഷനൊക്കെ ഇങ്ങനെ മേളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കമ്പനി വയർ കണക്ഷൻ പോലെ തന്നെ നമ്മൾ ഇത്രയും ഭാഗത്ത് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഹെഡ് ഊരണം. ഹെഡ് ഊരിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കണക്ഷൻ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഹെഡ് ഊരി. അത് ഹെഡ് ഊരാനായിട്ട് നമുക്ക് 2 ബോൾട്ട് ഉണ്ട്. ഈ 2 ചെറിയ ബോൾട്ട് ഊരിയിട്ട് നമുക്ക് ചെറിയൊരു ലോക്ക് മെക്കാനിസം ആയിട്ട് ഇവിടെ സംഭവം ഇറക്കി ഇങ്ങനെ വെച്ചേക്കാൻ ഇവിടുന്ന് പൊക്കിങ്ങനെ എടുത്താൽ മാത്രമേ. അപ്പോൾ നമ്മളടുത്ത് ഹെഡാണ് ഊരിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലയോ അപ്പോൾ നമ്മൾ 2 ബോൾട്ട് ഊരിയെടുത്ത് ഇനി നമുക്ക് ജസ്റ്റ് ഇത് ലിഫ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ജസ്റ്റ് ഇതേപോലെ സിമ്പിളായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ 2 ബോട്ടിലാണ് നമ്മൾ ഹെഡിൻ്റെ ഫുള്ള് പിടുത്തം നിൽക്കുന്നത്. പിന്നെ താഴെ ഒരു ഇറക്കി വയ്ക്കുന്ന ടൈപ്പിലുള്ള ചെറിയ മെക്കാനിസം ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ എല്ലാ വയറും ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് മാറ്റിയിട്ട് കണക്ഷൻ കൊടുക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കണക്ഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ഫോഗ് ലാമ്പിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതായിട്ട് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ജസ്റ്റ് കണക്ഷൻ കൊടുത്താൽ മാത്രം മതി. കഴിച്ചുമ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഹെഡും പഴയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. ഓണാക്കിയോ. കഴിച്ചപ്പോൾ 2 സൈഡിലും ഒരേപോലെ നമ്മൾ ഫോഗ്ലൈറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രകാശം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നൈറ്റേ കാണത്തുള്ളൂ. അപ്പോൾ നൈറ്റിൻ്റെ ഒരു വീഡിയോ കൂടെ ഈ വീഡിയോയിലൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ DRL കൊടുത്തിട്ടില്ല. DRL കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പം റെഡ് DRL ആയതുകൊണ്ട് ഇതിനോട് മാച്ച് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ DRL കൊടുക്കാത്ത. പക്ഷേ 2 ഫോഗ്ലൈറ്റിന് 2 വൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗായ്സ് അങ്ങനെ നമ്മളിപ്പോൾ നൈറ്റ് ഇതിൻ്റെ വെട്ടവും ചെക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റോക്ക് വെട്ടം വരുന്നത്. അതായത് നമുക്ക് ഇതാണ് നമ്മുടെ ഡിമ്മ്, അതേപോലെ ഇതാണ് നമ്മളെ ബ്രൈറ്റ്. ഈ വണ്ടി ജസ്റ്റ് പോയി കറക്റ്റ് കാണിച്ചു തരാം. കണ്ട ഗൈസ്, ഇതാണ് നമ്മളെ ബ്രൈറ്റ് കേട്ടോ. എത്രത്തോളം കാണാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയത്തില്ല ഈ ക്യാമറയിൽ കൂടെ. എന്നാൽ ഭയങ്കര ശോകമാണ് കേട്ടോ. ഇതാണ് നമ്മളെ ഡിമ്മ്. ഇനിയിപ്പോൾ ഞാൻ നമ്മളെ ആക്സിലർ ലൈറ്റ് ഫോഗ് ലൈറ്റ് ഓണായി കാണിച്ചു തരാം. കണ്ട ഗൈസ്, അത്യാവശ്യം നല്ല രീതിക്ക് സ്പ്രെഡ് ഉണ്ട് ഈ സൈഡിൽ. റോഡ് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചാൽ ഡിമ്മ് അല്ല ബ്രൈറ്റ് ഉള്ള സമയത്ത് ഫോഗ് ലൈറ്റ് ഓഫ് ആകുന്നു. അതിൻ്റെ ഈ കണക്ഷൻ കൊടുത്തതിൽ എന്തെങ്കിലും വിഷയമായിരിക്കണം. അത് ഒരു പണി കിട്ടിയാണ്. അതിപ്പോൾ നാളെ കാണാൻ കൊണ്ട് റെഡിയാക്കണം. പക്ഷേ അത്യാവശ്യം വെട്ടമുണ്ട്. ബ്രൈറ്റ് ഓഫ് ചെയ്ത് ഡിമ്മിലിട്ടിട്ട് ഫോഗ് ലൈറ്റ് ഓണാക്കിയാൽ കണ്ടോ നല്ല വെട്ടമുണ്ട്. ഇത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് മുകളിലോട്ട് താഴോട്ടോ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ഗൈസ്. അപ്പോൾ ഇതായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മൾ ജസ്റ്റ് ഫോഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അതേപോലെ ഈ കടയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.